Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, good evening. How are you Good evening, guys? miss. Good evening. Fine, ma'am. Good And how evening, are your ma'am. studies going? How are your studies going? സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോണു? എല്ലാരും എക്സാമിന്റെ തലേന്ന് വെക്കരുത് പഠിക്കാൻ, അപ്പപ്പൊ റിഫ്രഷ് ചെയ്ത് പോകണം. യു ഷുഡ് ബ്രഷ് അപ്പ് ദോസ് പോർഷൻസ്. എല്ലാ എല്ലാ സബ്ജക്റ്റിന്റെ എക്സാമിന്റെ തലേന്ന് വെക്കാതെ എല്ലാ ദിവസവും പഠിച്ച് പഠിച്ച് പോകാൻ നോക്കണം കേട്ടോ, ഏത് സബ്ജക്റ്റ് ആയാലും. ഓക്കെ, എല്ലാരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. Okay, is the screen visible? Yes, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്? അൺകൗണ്ടബിൾ നൗൺസ് ആർ പ്രിസീഡഡ് ബൈ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. ഈ എക്സ്പ്രഷൻസ് വരെ അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അൺകൗണ്ടബിൾ നൗൺസിനൊപ്പം അതിന് മുമ്പ് യൂസ് ചെയ്യണ കുറച്ച് വേർഡ്സ്, പീസ് ഓഫ്, മെനി, പീസ് ഓഫ്, ബിറ്റ് ഓഫ്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസ് എന്തായിരുന്നു? പ്രത്യേകിച്ച് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത നൗൺസ്. അത് ഏതൊക്കെയെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഏതൊക്കെ ടൈപ്പാണ്. പിന്നെ വേറെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ എ ഓർ ആൻ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ ഓർ ആൻ ഷുഡ് നെവർ ബി യൂസ്ഡ് ബിഫോർ ആൻ അൺകൗണ്ടബിൾ നൗൺ. എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സ്പ്രഷൻസ് ആണ് ഈ അടിയിൽ കൊടുത്തിരുന്നത് അല്ലെ? എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ബിറ്റ് ഓഫ്, അതെല്ലാം ആ അൺകൗണ്ടബിൾ നൗൺസിന് എ ഓർ ആനിന് പകരം വി ക്യാൻ യൂസ് ദോസ് എക്സ്പ്രഷൻസ്. ഓക്കെ, ഇനി അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇന്ന് നമുക്ക് നോക്കാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നേരത്തെ പറഞ്ഞതിന്റെ പോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞില്ലേ എ ഓർ ആനിന് പകരം നമുക്ക് ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാമെന്ന്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ദേ സ്പെൻഡ് എ ലിറ്റിൽ മണി. മണി എന്ന് പറയുന്നതിന് എ ഓർ ആൻ യൂസ് ചെയ്യാണ്ട് നമുക്ക് വി ക്യാൻ യൂസ് എ ലിറ്റിൽ, ആ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യാം. എ ലിറ്റിൽ മണി ഓൺ ആംസ്. ആംസ് മീൻസ് ALMS, അവിടെ എല്ല് സൈലന്റ് ആണ് കേട്ടോ. ആംസ് മീൻസ് ഇറ്റ് ഈസ് മെയിൻലി എ ചാരിറ്റി, ഒരു ദാനം. അതാണ് ചാരിറ്റി, അല്ലെങ്കിൽ മണി ഓർ ഫുഡ് ഗിവൺ ടു പുവർ പീപ്പിൾ, അതിനെയാണ് ആംസ് എന്ന് പറയുന്നത്, ALMS കേട്ടോ. സിമിലർ ടു അത് വെരി സിമിലർ ടു ARMS, അതിന്റെ പ്രൊനൗൺസിയേഷനും ഇതും ഏകദേശം സെയിം തന്നെയാണ്. ആം, നമ്മുടെ കൈ, ARMS ഇല്ലേ, ആ ആമും ഇതും ഏകദേശം സെയിം പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. അടുത്ത എക്സാമ്പിളും, ഡു യു വോണ്ട് എ സ്ലൈസ് ഓഫ് ബ്രെഡ്. അപ്പൊ ബ്രെഡ് എന്നതിന് അൺകൗണ്ടബിൾ ആയ ബ്രെഡിന് നമുക്ക് എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം എ സ്ലൈസ് എന്ന് പറഞ്ഞു. എ സ്ലൈസ്, എ ലിറ്റിൽ ഉണ്ടാ. അപ്പം ഇതൊക്കെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അതാണ് അൺകൗണ്ടബിൾ. ദെൻ ഇനി പറയുന്നത് എക്സ്പ്രഷൻസ് ഡിനോട്ടിംഗ് നമ്പർ കനോട്ട് ബി യൂസ്ഡ് ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ്. ഇനി ചില വേർഡ്സ് നേരത്തെ പറഞ്ഞത്, എനിക്ക് പറയണ കുറച്ച് വേർഡ്സ് ഇതൊക്കെ നമ്പേഴ്സ് കാണിക്കുന്ന ഇതാണ്. അപ്പൊ ഈ ഫ്യൂ, എ ഫ്യൂ, മെനി, എ നമ്പർ, ഇതെല്ലാം നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യണതാണ്. ഇത് നേരത്തെ പറഞ്ഞ അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പം യൂസ് ചെയ്യൂല. അതാണ് പിന്നെ പറഞ്ഞൊരു കാര്യം. നേരത്തെ നമ്മൾ കുറച്ച് എക്സ്പ്രഷൻസ് പറഞ്ഞില്ലേ, അതൊക്കെയാണ് ഏത് ഇവിടെ പറഞ്ഞ ഈ എക്സ്പ്രഷൻസ് ആണ് നമ്മള് എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ലോട്ട് ഓഫ്, ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യണില്ല. അതുകൊണ്ടാണ് അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിൽ പ്രിസീഡ് ചെയ്യാൻ നമ്മളത് യൂസ് ചെയ്യണത്. പക്ഷേ ഈ
എക്സ്പ്രഷൻസ്, ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ എക്സ്പ്രഷൻസ് കണ്ട, ഫ്യൂ, എ ഫ്യൂ, മെനി, എ നമ്പർ, ഇതെല്ലാം ഒരു നമ്പറിന് ബേസ് ചെയ്ത് പറയുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. ഇതൊന്നും അൺകൗണ്ടബിൾ നമ്പേഴ്സിന്റെ ഒപ്പം യൂസ് ചെയ്യൂല. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതെല്ലാം കൗണ്ടബിൾ നമ്പേഴ്സിന്റെ ഒപ്പം, കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് യൂസ് ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു രണ്ട് കാര്യം ഓർത്തിരിക്കാം. നേരത്തെ പറഞ്ഞത് അൺകൗണ്ടബിൾ നൗൺസിന്റെ പ്രിസീഡ് ചെയ്യണ കാര്യങ്ങളാണ് നേരത്തെ ആ പ്രസന്റേഷനിൽ കാണിച്ചത്. ഇപ്പോ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ എക്സ്പ്രഷൻസ് കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പം യൂസ് ചെയ്യണതാണ്. കൗണ്ടബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒരു നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യണ കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ അത് കൗണ്ടബിൾ നമ്പേഴ്സിനൊപ്പമാണ്, കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് അത് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ അടുത്തൊരു ഇവിടെ ഒരു ഇത് കാണാം. certain uncountable nouns can be changed into uncountable അതായത് അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് ചില സെന്റൻസസിൽ അതിന്റെ കൗണ്ടബിൾ ഫോമിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും ചില നൗൺസ്. അങ്ങനത്തെ കുറച്ച് നൗൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അബ്യൂസ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗണിന് നമുക്ക് അതിന്റെ കൗണ്ടബിൾ ഇക്വാലന്റ്, അതായത് കൗണ്ടബിൾ ഫോമിലേക്ക്, ഏകദേശം ആ ഒരു കൗണ്ടബിൾ ഫോമിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും. എങ്ങനെ? എ സ്ട്രീം ഓഫ് അബ്യൂസ് എന്ന് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ കൗണ്ടബിൾ ഇക്വാലന്റ് ഓഫ് അബ്യൂസ്. അബ്യൂസ് എന്നുള്ളത് സ്ട്രീം ഓഫ് അബ്യൂസ് ആക്കാൻ പറ്റും. അഡ്വൈസ്, നമ്മൾ ഇത് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അഡ്വൈസ് എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. അതിന് നമുക്ക് കൗണ്ടബിൾ ഇക്വാലന്റ്, അതായത് കൗണ്ടബിൾ അതേ സെയിം മീനിങ് തന്നെ നമുക്ക് ഒരു കൗണ്ടബിൾ ആയിട്ട് ഒരു സെന്റൻസിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ പീസ് ഓഫ് അഡ്വൈസ്. അപ്പൊ അത് കൗണ്ടബിൾ ആയി. അതേപോലെ തന്നെയുള്ള എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. അപ്ലോസ്, ബ്രെഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്ലൈസ് ഓഫ് ബ്രെഡ്, പിന്നെ എംപ്ലോയ്മെന്റ്, പിന്നെ നമുക്ക് ജോബ് എന്നാക്കാം. അപ്പം അത് കൗണ്ടബിൾ ആവും. ദെൻ ഫിക്ഷൻ ബിക്കംസ് നോവൽ, ഫർണിച്ചർ, എ പീസ് ഓഫ് ഫർണിച്ചർ, ഹ്യൂമർ ബിക്കംസ് ജോക്ക്, ഇൻഫോർമേഷൻ, എ പീസ് ഓഫ് ഇൻഫോർമേഷൻ, ഫൺ ബിക്കംസ് ജോക്ക്, ലാഫ്റ്റർ, ലാഫ്. ഇതെല്ലാം ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണിനെ നമുക്കിപ്പോ പെർട്ടിക്കുലർ സെന്റൻസ് നമുക്ക് കൗണ്ടബിൾ ഇക്വാലന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദീസ് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ഫോർ ദാറ്റ്. ഇത്രയാണ് പറയണത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കാം. എങ്ങനെയാണ് ഈ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിനെ കൗണ്ടബിൾ ആക്കാൻ നമ്മൾ ഏതൊക്കെ എക്സ്പ്രഷൻ യൂസ് ചെയ്യും എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ യൂസ്ഡ് സെന്റൻസിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഇതെല്ലാം റീഡ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യണം. ഇൻഫോർമേഷൻ ബിക്കംസ് എ പീസ് ഓഫ് ഇൻഫോർമേഷൻ, ലഗേജ് ബിക്കംസ് എൻ ഐറ്റം ഓഫ് ലഗേജ്, മെഷീനറി, മെഷീൻ. ദെൻ കുറച്ചും കൂടി ഉണ്ട്. ന്യൂസ് ബിക്കംസ് എ ബിറ്റ് ഓഫ് ന്യൂസ്, പേപ്പർ ബിക്കംസ് എ പീസ് ഓഫ് പേപ്പർ ഓർ എ ഷീറ്റ് ഓഫ് പേപ്പർ, അങ്ങനെ പറയാം. ഇതെല്ലാം പോയട്രി ബിക്കംസ് പോയം. ഇതെല്ലാം നമുക്ക് കൗണ്ടബിൾ ആക്കാൻ പറ്റും. കൗണ്ടബിൾ ഇക്വാലന്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഏകദേശം അതേ മീനിങ്ങിൽ വരുന്ന കൗണ്ടബിൾ ആക്കാൻ നമുക്ക് പറ്റും. ഇതാണ് ഇവിടെ പറഞ്ഞ ഈ ഒരു ടേബിളിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് പോർഷൻ, പ്ലൂറൽ ലൈക്ക് നൗൺസ്. ചില പ്ലൂറൽസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും. ചില നൗൺസ് കാണുമ്പോൾ തന്നെ വി ക്യാൻ ഐഡന്റിഫൈ, നമ്മളത് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും ഇത് പ്ലൂറൽ ആണെന്ന്. ബട്ട് ദേ ആർ ഇൻ ഫാക്ട് സിംഗുലർ. അങ്ങനെ കുറച്ച് നൗൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് പ്ലൂറൽ ലൈക്ക് നൗൺസ് ആണ്. പ്ലൂറൽ പോലെ പെട്ടെന്ന് കാണുമ്പോൾ മാത്തമാറ്റിക്സ് എസ് ഉണ്ട്. നമ്മൾ എങ്ങനെ പ്ലൂറൽ കൂടുതലും ജനറലി ഐഡന്റിഫൈ ചെയ്യണത് ലാസ്റ്റ് എസ് ഉണ്ടാന്നല്ലേ നോക്കുന്നത്. അപ്പൊ ഓൾറെഡി മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അവസാനം എസ് വരുന്നില്ലേ? സോ മോസ്റ്റ് ഓഫ് ദം മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് ആസ് എസ് ഉള്ളതുകൊണ്ട് പ്ലൂറൽ ആയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ബട്ട് ഇൻ ഫാക്ട് ഇറ്റ് ഇസ് സിംഗുലർ. മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് ഒക്കെ പറയുന്നത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് ഓൺലി ഗോസ് വിത്ത് എ സിംഗുലർ വേർബ്. ആ എക്സാമ്പിൾ നോക്കിക്കേ. ഫിസിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഫോർ മീ. ഫിസിക്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കുള്ളൂ. സിംഗുലർ ആവുമ്പോൾ സിംഗുലർ വേർബായ ഇസ് ആണ് ഇവിടെ യൂസ് ചെയ്യണത്. ഫിസിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഫോർ മീ. അല്ലെങ്കിൽ ഫിസിക്സ് ആറ് നമ്മൾ പറയണില്ല. ആറാണ് പ്ലൂറലിന് യൂസ് ചെയ്യാറുള്ള നൗൺ. പക്ഷെ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സിംഗുലർ ആയിട്ടാണ് ഫിസിക്സ് എന്നുള്ള ആ ഒരു ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ് ആണ് അവിടെ വരുള്ളൂ. ഫിസിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഫോർ മീ. അതുപോലെ മാത്തമാറ്റിക്സ് ഇസ് എ ഡിഫിക്കൽട്ട്, ഇസ് ആണ് അവിടെ വരുള്ളൂ. അതുപോലെ തന്നെയാണ് അടുത്ത എക്സാമ്പിൾ, ദ ന്യൂസ് ഇസ്. ആറ് വരിയില്ല, ഇസ് ആണ് അവിടെ നമുക്ക് യൂസ് ചെയ്യണത്. അപ്പൊ ഈ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസിൽ എന്താണ്
they seem to be in plural form. പ്ലൂറൽ ഫോമിൽ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും, ബട്ട് ഇൻഫാക്ട് ദേ ആർ സിംഗുലർ. അവര് സിംഗുലർ ആണ്. അതുപോലെ തന്നെ സിംഗുലർ വേർബേ അവര് യൂസ് ചെയ്യുള്ളൂ. ഫിസിക്സ്, ഫോർ എക്സാമ്പിൾ, ഫിസിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട്, ഒരു മാത്തമാറ്റിക്സ് ഇസ് എ ഡിഫിക്കൽട്ട് സബ്ജക്ട്. ഒരിക്കലും മാത്തമാറ്റിക്സ് ആർ അല്ലെങ്കിൽ ഫിസിക്സ് ആർ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, ദെൻ അടുത്ത കാറ്റഗറി പ്ലൂറലി യൂസ്ഡ് നൗൺസ്. ഇനി ചിലത് സം നൗൺസ് ഇൻ ഇംഗ്ലീഷ് ആർ യൂസ്ഡ് ഓൺലി ഇൻ പ്ലൂറൽ. ഇനി പറയുന്ന നൗൺസ് അത് പ്ലൂറൽ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ബോക്സിലുള്ളത് നമ്മൾ പ്ലൂറൽ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. കാരണം ബെല്ലോസ്, ജീൻസ്, അസറ്റ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും പ്ലൂറൽസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിസേഴ്സ് എന്ന് പറയുന്നത് സിസർ എന്ന് ഒരിക്കലും പറയില്ല, സിസേഴ്സ്. അവരെപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതുപോലെ തന്നെ പ്ലൂറൽ ഉള്ള വേർബ് ആയിരിക്കും അതിന്റെ ഒപ്പം യൂസ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ, സ്പെക്ടക്കിൾസ്, കന്നഡ. സ്പെക്ടക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ സ്പെക്ടക്കിൾ ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യൂല, സ്പെക്ടക്കിൾസ് എന്നാ നമ്മൾ പറയുള്ളൂ. ഈ ബെല്ലോസ് എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ട, അതെന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ബെല്ലോസ് മീൻസ് പണ്ട് കാലത്ത് രണ്ട് ഹാൻഡിൽ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തീ ആളി കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ആ രണ്ട് ഹാൻഡിലും കൂടി ഇങ്ങനെ അമർത്തി ഇങ്ങനെ ആക്കുമ്പോൾ കാറ്റ് വരും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു ബ്ലോവർ പോലത്തെ പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു തരം ഡിവൈസ് ആണത്. രണ്ട് ഹാൻഡിൽ ഉണ്ടാവും, രണ്ട് ഹാൻഡിൽ ഇങ്ങനെ അമർത്തി വീശണം. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് കാറ്റ് വരും. അപ്പൊ തീ ആളി കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു കുഴലല്ല, കുഴലിനെ പോലെ തന്നെ അതേ യൂസ് തന്നെ, ബട്ട് രണ്ട് ഹാൻഡിൽ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ബെല്ലോസ്. ജീൻസ് അറിയാം, പിന്നെ അറിയാൻ പാടില്ല ബ്രീച്ചസ്. വാട്ട് മീൻ ബൈ ബ്രീച്ചസ്? ബ്രീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്യണ സമയത്ത് അവരുടെ ആ ട്രൗസേഴ്സ് കണ്ടിട്ടുണ്ട്, അത് നീഡ് അവിടെ വെച്ച് ആ മുട്ടിന്റെ അവിടെ വരെ ഉണ്ടാവുള്ളൂ. മുട്ടിന്റെ അവിടെ വെച്ച് ഒരു ടൈറ്റ് ആയിട്ട് അതിരിക്കും. അങ്ങനത്തെ ഉള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രൗസേഴ്സിനാണ് ഈ ബ്രീച്ചസ് എന്ന് പറയുന്നത്. ദെൻ ചാറ്റൽസ് ഉണ്ട്, ഇവിടെ ഒരു ചാറ്റൽസ്. അതെന്ന് പറയുന്നത് പ്രോപ്പർട്ടി, എസ്റ്റേറ്റ്, എന്തെങ്കിലും പ്രോപ്പർട്ടീസിനെയൊക്കെയാണ് ഈ ചാറ്റൽസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ആംസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആംസ്, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ്, ഈ ആംസ് എന്താന്ന് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ ചാരിറ്റി, ഒരു മണി, ഒരു ഫുഡ് ഗിവൺ ടു എ പുവർ പീപ്പിൾ, അതിനെയാണ് നമ്മൾ ആംസ് എന്ന് പറയണത്. ദെൻ പിന്നെ അറിയാൻ പാടില്ല പിൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ പോലെ ഇരിക്കും, അതിന്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിട്ട് നെയിൽസ് പ്ലക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു തരം ടൂളാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ടൂൾ കിറ്റിലൊക്കെ ഉണ്ടാവും. പ്ലെയേഴ്സ് പോലെ, പക്ഷെ പ്ലെയർ പോലെ തന്നെ ഇരിക്കും, ബട്ട് അതിന്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിട്ട് ബെൻഡ് ആയിട്ട് ഇരിക്കുന്നത്, അതാണ് പിൻസേഴ്സ്. പിന്നെ ആനൽസ് മീൻസ് അതൊരു റെക്കോർഡ്, ഒരു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു. അതൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത്, ഈ തന്നിരിക്കുന്ന ഈ ബോക്സിലുള്ള ഈ നൗൺസ് എല്ലാം ഓൺലി യൂസ്ഡ് ഇൻ പ്ലൂറൽസ് ആയിട്ട് മാത്രമേ ഈ നൗൺസ് യൂസ് ചെയ്യത്തുള്ളൂ. കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ഈ ഒരു ബോക്സിൽ. അപ്പൊ ഈ രണ്ട് ബോക്സിലുള്ള പറയും. സ്പീഡ് കുറച്ച് പറയാൻ പറ്റുമോ? സ്പീഡിൽ പോണാലും ഓക്കെ പറയാം. അപ്പം ഇപ്പൊ അതിന് വേറെ ഒന്നും പറയാനില്ല. ഈ തന്നിരിക്കുന്ന വേർഡ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ. അത് പ്ലൂറൽസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യണം. ഈ രണ്ട് നേരത്തെ കാണിച്ച ആ ബോക്സും ഈ ബോക്സിലുള്ള വേർഡ്സും പ്ലൂറൽസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അതിനെ ഒരിക്കലും സിംഗുലർ ആയിട്ട് നമ്മൾ എടുക്കില്ല. ഓൾറെഡി അവര് പ്ലൂറൽസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. മൈ പാൻസ് ആർ ഓൺ ദ ടേബിൾ. കണ്ട, മൈ പാൻസ് ഇസ് എന്ന് നമ്മൾ പറയണില്ല. മൈ പാൻസ് ആർ, ഇവിടെ കണ്ട ആ വേർബ് ആർ, അതായത് ആർ എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യണത്? പ്ലൂറൽ വേർബ് ആണത്. അപ്പം ഈ പാൻസ് എന്നുള്ളതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ആർ ഓൺ ദ ടേബിൾ. അതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സിൽ പറഞ്ഞിരിക്കാം ഏത് സെന്റൻസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. മൈ പാൻസ് ആർ, മൈ സ്പെക്ടക്കിൾസ് ആർ, ട്രൗസേഴ്സ് ആർ, എല്ലാത്തിനൊപ്പം ആറാണ് വരുള്ളൂ. അവര് വി കൺസിഡർ ഇറ്റ് ആസ് എ പ്ലൂറൽ. ഇപ്പൊ തന്നിരിക്കുന്ന ഈ വേർഡ്സ്, നേരത്തെ കാണിച്ച ആ വേർഡ്സും ഈ ടേബിളിലുള്ളതും ഈ ടേബിളിൽ ഇപ്പൊ പറഞ്ഞ ഈ ടേബിളിലുള്ളതും വി ആർ കൺസിഡറിങ് ദം ആസ് പ്ലൂറൽ. ഒരിക്കലും അവരെ സിംഗുലർ ആയിട്ട് എടുക്കില്ല, പ്ലൂറൽ ആയിട്ടാണ്. അതായത് അവരുടെ ഒപ്പം പ്ലൂറൽ വേർബ്സ് ആയിരിക്കും, ആറോ അല്ലെങ്കിൽ 6
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലൂറൽ വേർബ്, പ്ലൂറൽ ആയിരിക്കും അത് യൂസ് ചെയ്യണത്, പ്ലൂറൽ ആയിട്ട് തന്നെ ആയിരിക്കും അത് ഇരിക്കുന്നത്. ഒരിക്കലും ഇസ് ചേർക്കുക അല്ലെങ്കിൽ സിംഗുലർ വേർബ് ചേർക്കില്ല, അതാണ് പറഞ്ഞത്. ഇത് ക്ലിയർ ആയിട്ടില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് അതില്? ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഒരു പോർഷനും കൂടി ഉണ്ട്, സിംഗുലർ ലൈക്ക് നൗൺസ്. ഇതേപോലെ പ്ലൂറൽ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് പോർഷൻ ആണ് ചില വേർഡ്സ് സിംഗുലർ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ് പീപ്പിൾ, പോലീസ്, കാറ്റിൽ, പോൾട്രി, വേർമിൻ. ഇതെല്ലാം സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. ഈ വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്ത് വെച്ചാൽ മതി. വേർഡ്സ് എല്ലാം ഇപ്പൊ ഇങ്ങനെ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് സിംഗുലർ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മറ്റേ ഫിസിക്സ്, മാത്തമാറ്റിക്സ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുള്ളൂ. അതേപോലെ ടോങ്സ്, പാൻസ്, ജീൻസ് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഈ വേർഡ്സ് ഈ തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾസ് ഇല്ലേ, എക്സാമ്പിൾസും ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇതൊന്നും ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ഇത് ഇങ്ങനത്തെ വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇത് സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് മെയിൻലി ജനറലി സിംഗുലർ ആയിട്ടാണ് അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടാണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ സ്പീഡിൽ പോകണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം ഈ ലാസ്റ്റ് പറഞ്ഞത് പ്ലൂറൽ അല്ലേ? സിംഗുലർ പോലെ തോന്നുന്ന പ്ലൂറൽ അല്ലേ? അതെ, പ്ലൂറൽ പോലെ തോന്നിക്കുന്ന സിംഗുലർ, അവർ സിംഗുലർ ആണത്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ് ഒക്കെ. പിന്നെ പറഞ്ഞതാണ് പ്ലൂറൽ ആയിട്ട് തന്നെ ഇരിക്കുന്ന കുറച്ച് വേർഡ്സ്, ജീൻസ്, സ്പെക്ടക്കിൾസ്, സിസേഴ്സ്. എപ്പോഴും സിസേഴ്സ് ഒക്കെ ആലോചിച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് അത് മനസ്സിലാവും. സിസറിന് നമ്മൾ ഒരിക്കലും പറയില്ല, സിസേഴ്സ് എന്നാണ് പറയുന്നത്, കാരണം അവര് എപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞ വേർഡ്സ് ആണ് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യണ കുറച്ച് വേർഡ്സ്. പീപ്പിൾ, അതൊരു ഗ്രൂപ്പ്, പീപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കാറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഗ്രൂപ്പാണ്. അതിന് നമ്മൾ സിംഗുലർ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗുലർ, ഇറ്റ് സീംസ് ടു ബി സിംഗുലർ ബട്ട് ദേ ആർ ഇൻ ഫാക്ട് പ്ലൂറൽ. അതാണ് അവിടെ കാറ്റിൽ, പീപ്പിൾ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടമല്ലേ. അപ്പൊ അവിടെ നമുക്ക് ആ എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആവും. ആറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം തോന്നുമ്പോൾ നമുക്കത് സിംഗുലർ ആയിരിക്കും, പെട്ടെന്ന് കാണുമ്പോൾ വി ഫൈൻഡ് ഇറ്റ് ആസ് സിംഗുലർ ബട്ട് ദേ ആർ ഇൻ ഫാക്ട് പ്ലൂറൽ. നേരത്തെ ആദ്യം പറഞ്ഞ ഇതിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും ദേ റിമെയിൻ ആസ് സിംഗുലർ. അങ്ങനെ കുറച്ച് വേർഡ്സ് ആണ് ആ മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നൊക്കെ ഉള്ളത്. പിന്നെ പറഞ്ഞത് പ്ലൂറൽ ആയിട്ട് മാത്രം നിൽക്കുന്ന വേർഡ്സ്, അതായത് സിസേഴ്സ്, ഓൾറെഡി അതിൻ്റെ അകത്ത് എസ് ഉണ്ട്, അപ്പൊ നമുക്ക് അവര് പ്ലൂറൽ ആണ്, എപ്പോഴും പ്ലൂറൽ തന്നെയാണ്. പിന്നെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പോലെ, ഫസ്റ്റ് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, അതായത് സിംഗുലർ ആയിട്ട് തോന്നിക്കുന്ന വേർഡ് ബട്ട് ഇൻഫാക്ട് ദേ ആർ പ്ലൂറൽ. അല്ല, സിംഗുലർ ആയിട്ട് തോന്നിക്കുമെങ്കിലും ഇൻഫാക്ട് ദേ ആർ പ്ലൂറൽ. അങ്ങനെ 3 കാറ്റഗറിയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ആദ്യം പറഞ്ഞത് പ്ലൂറൽ ആയിട്ട് തോന്നിക്കുമെങ്കിലും സിംഗുലർ ആയിട്ട് നിൽക്കുന്ന കുറച്ച് നൗൺസ്, അതായത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, എസ് വരുന്നുണ്ട്. അപ്പം അവര് പ്ലൂറൽ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ദേ ആർ സിംഗുലർ. അവരുടെ ഒപ്പം എപ്പോഴും സിംഗുലർ നൗൺസേ സിംഗുലർ വെർബേ യൂസ് ചെയ്യുള്ളൂ, അതായത് ഇസ്, അതൊക്കെയാണ് യൂസ് ചെയ്യുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞതാണ് എസ് ഉണ്ട്, പ്ലൂറൽ നൗൺസ് തന്നെയാണ്. കാരണം ജീൻസ്, സിസേഴ്സ് അങ്ങനെയൊക്കെ കുറച്ച് വേർഡ്സ് പ്ലൂറൽ ആയിട്ട് നമുക്ക് തോന്നും, പ്ലൂറൽ തന്നെയാണ് അവര്. സിസേഴ്സ്, ഇപ്പൊ ഒരു കത്രിക ഉള്ളെങ്കിലും നമ്മൾ സിസേഴ്സ് എന്നാണ് പറയണത്, സിസർ എന്ന് പറയണില്ല ഒരു കത്രികയാണെങ്കിലും. അതുകൊണ്ടാണ് അങ്ങനെ മീൻ. ഇപ്പം ഒരു കണ്ണടയാണെങ്കിലും സ്പെക്ടക്കിൾസ് എന്ന് തന്നെയാണ് പറയണത്. ഓക്കെ, ആ ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാവണില്ലേ? പിന്നെ മൂന്നാമത് പറഞ്ഞതാണ് സിംഗുലർ ആയിട്ട് തോന്നിക്കുമെങ്കിലും ഇൻഫാക്ട് ദേ ആർ പ്ലൂറൽ. സിംഗുലർ ആയിട്ട് തോന്നിക്കും ബട്ട് ദേ ആർ പ്ലൂറൽ. അതുകൊണ്ടാണ് അവിടെ 6 യൂസ് ചെയ്തിരിക്കുന്നത്, പ്ലൂറൽ വേർബായ 6 അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും അത്? മാം, ഈ പീപ്പിൾ എന്നുള്ളത് പീപ്പിൾസ് എന്ന് പറയില്ലേ? ഇല്ല, പീപ്പിൾ അതിന്റെ ഒപ്പം വരുന്നതും 6 എന്നുള്ള വേർബായിരിക്കും വരുന്നത്. പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യണ വേർബാണ് വരുള്ളൂ, പീപ്പിൾസ് പറയില്ല. പോലീസ് എന്നുള്ളത് പോലീസേഴ്സ്, പോലീസ് ഫോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് വേണമെങ്കിൽ പറയാം. പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിട്ട് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു ആളെ പറയാൻ നമുക്ക് പോലീസ്മാൻ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എന്നൊന്നും കൂടി പറയാം. പക്ഷെ പോലീസ് എന്ന് പറയുന്ന ആ ഒരു നൗൺ ഇറ്റ് സീംസ് ടു ബി സിംഗുലർ ബട്ട് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് എ പ്ലൂറൽ.
പ്ലൂറൽ ആയിട്ട് നമുക്ക് ജനറലി എടുക്കുന്നത്. ഓക്കെ, ഈ പ്ലൂറൽ സിംഗുലർ എന്ന് പറയുന്നത് അതിന്റെ ഒപ്പം യൂസ് ചെയ്യണ നൗൺ അനുസരിച്ചിരിക്കും. സോറി, നൗൺ അല്ല, വേർബ്. ഇപ്പൊ ഇസ്, ആർ, അതാണ് നമുക്ക് കൂടുതലും ഒന്നും കൂടി മനസ്സിലാക്കുന്നത്. ഇസ് ഉണ്ടെങ്കിൽ, ഇസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നെങ്കിൽ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് കൺസിഡർ ആസ് എ സിംഗുലർ. കാരണം ഫിസിക്സ് ഇസ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഇസ് എന്ന് പറയുന്നത് അതൊരു സിംഗുലർ വേർബാണ്. അപ്പൊ ഇസ് ഉണ്ടെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കണോമിക്സ് പറയുന്നതോ അത് നമ്മൾ സിംഗുലർ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ പറഞ്ഞത്, ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ആറാണ്. ഫസ്റ്റ് സെക്കൻഡ് കാറ്റഗറിയിൽ പറഞ്ഞ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ പാൻസ് എന്ന് പറഞ്ഞാൽ ആറാണ് എടുത്തേക്കുന്നത്. അപ്പൊ ദേ ആർ കൺസിഡർ ആസ് പ്ലൂറൽ. ഇനി തേർഡ് കാറ്റഗറിയിൽ പറഞ്ഞപ്പോഴും നമ്മൾ ആറാണ് അവിടെ യൂസ് ചെയ്തത്. അപ്പൊ ദേ ആർ കൺസിഡർ ആസ് പ്ലൂറൽ. അല്ലെ, ക്ലിയർ ആവണില്ലേ? ഇത് ഈ മൂന്ന് കാറ്റഗറി ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യണോ ഇത്? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാട്ടോ ഈ മൂന്ന് കാറ്റഗറി. ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്നാ അടുത്ത ഇതിലേക്ക് പോട്ടെ. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി വന്നത് ഇമ്പോർട്ടന്റ് ആണ്. ജെൻഡേഴ്സ്, ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഫീമെയിൽ അല്ലെ, ആ ഒരു ഡിസ്റ്റിങ്ഷൻ, അതിനെയാണ് ജെൻഡേഴ്സ് എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. there are 4 types of genders. First one, masculine gender. masculine അതായത് മെയിൽ. masculine എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെയിൽ. masculine gender എന്ന് പറയുന്നത് a noun that donates അല്ല, denotes ആണ് ഇവിടെ. a noun that denotes a male person or an animal. ഒരു മെയിൽ ആയിട്ടുള്ള ഒരു പേഴ്സണെയോ ആനിമലിനെയോ ഡിനോട്ട് ചെയ്യുന്ന ഒരു ജെൻഡർ ആണ് മാസ്കുലൈൻ. ഇപ്പൊ സ്ത്രീലിംഗം പുല്ലിംഗം നമ്മൾ മലയാളത്തിൽ പറയില്ല, അതുപോലെ തന്നെ മാസ്കുലൈൻ ഫെമിനൈൻ. മാസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നൗൺ ദാറ്റ് ഡിനോട്ട്സ് എ മെയിൽ പേഴ്സൺ. മെയിൽ ആണെങ്കിൽ ഇറ്റ് ഇസ് എ മാസ്കുലൈൻ. ഫോർ എക്സാമ്പിൾ ബോയ്, ഫാദർ, ബ്രദർ, ഡോഗ്, കോക്ക്, ഇതെല്ലാം മാസ്കുലൈൻ ജെൻഡറിന്റെ എക്സാമ്പിൾസ് ആണ്. മാസ്കുലൈൻ. അടുത്തതാണ് ഫെമിനൈൻ. ഫെമിനൈൻ ഇസ് എ നൗൺ. ഡോഗ് ഡോഗ് എന്ന് പറയുന്നത് മാസ്കുലൈൻ ആണ്. ഡോഗിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് ബിച്ച്, BITCH. അടുത്ത കാണത് കണ്ട ഈ ബിച്ച് എന്ന് കണ്ട. അപ്പൊ ഡോഗ് എന്ന് പറയുന്നത് മാസ്കുലൈൻ, ആൺപട്ടി, അതാണ് ഡോഗ്. പക്ഷെ നമ്മൾ ജനറലി ഡോഗ് എന്ന് പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഡോഗ് എന്ന് പറയുന്ന ഒരു മാസ്കുലൈൻ ജെൻഡർ ആണ്. അതിന്റെ പെൺപട്ടീനെ നമ്മൾ പറയുന്നത് ബിച്ച് എന്നാണ് പറയുന്നത്. BITCH. ഉണ്ടോ? അതേപോലെ തന്നെ കോക്ക്. ഇവിടെ കോക്ക് കണ്ടില്ലേ? കോക്ക് എന്ന് പറയുന്നത് മറ്റേ പൂവൻകോഴി. പെടക്കോഴിനെ നമ്മൾ ഹെൻ എന്നാ പറയുള്ളൂ. അതാണ് ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ ജെൻഡർ. അപ്പം ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് എ നൗൺ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഫീമെയിൽ പേഴ്സൺ, സ്ത്രീലിംഗം. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഗേൾ, മദർ, സിസ്റ്റർ, ഡോട്ടർ, ബിച്ച്, ഹെൻ. ഇതെല്ലാം ഫെമിനൈൻ ജെൻഡേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഫീമെയിലിനെ കാണിക്കുന്നതാണ് ഫെമിനൈൻ ജെൻഡർ. Then the third category is neuter gender. neuter പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഫീമെയിലും അല്ല മെയിലും അല്ലായിരിക്കും. ഇറ്റ് ഈസ് നെയ്തർ മെയിൽ നോർ ഫീമെയിൽ. ഫീമെയിലും ആയിരിക്കില്ല, മെയിലും ആയിരിക്കില്ല. അത് കൂടുതലും ലൈഫ്ലെസ് തിങ്സ്, അതായത് ലിവിങ് തിങ്സ് അല്ലാത്ത നോൺ ലിവിങ് തിങ്സ് ആയിരിക്കും കൂടുതലും നമ്മൾ ന്യൂട്ടർ ജെൻഡറിൽ നമുക്ക് പറയണത്. ഏതാ? മാംഗോ. എക്സാമ്പിൾസ് നോക്കിക്കേ. മാംഗോ, കോളേജ്, ബുക്ക്, പെൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂട്ടർ ജെൻഡർ. അവർക്ക് ജെൻഡർ ഒന്നും സ്പെസിഫൈ ചെയ്യാനില്ല. Then the fourth one is common gender. ഇതില് ഇറ്റ് ക്യാൻ ബി ഐദർ എ മെയിൽ ഓർ എ ഫീമെയിൽ. ഒന്നെങ്കിലും ഒരു മെയിൽ ആകാം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആകാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതുണ്ട് ഡോക്ടർ. ഇപ്പൊ നമ്മൾ ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ അത് മെയിൽ ഡോക്ടർ ആവാം, ഫീമെയിൽ ഡോക്ടർ ആവാം, അല്ലെ? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ് ആവാം, ഗേൾ ആവാം. ടീച്ചർ അത് തന്നെ. ഫ്രണ്ട്, നഴ്സ്, എനിമി, എല്ലാവരും ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ക്യാൻ ബി ഐദർ എ മെയിൽ. ഒന്നെങ്കിലും ഒരു മെയിൽ ആകാം അല്ലെങ്കിൽ ഫീമെയിൽ ആകാം. അപ്പൊ ന്യൂട്ടറിലും കോമൺ ജെൻഡറിലും എന്താണ് വ്യത്യാസമുള്ളത്?
ന്യൂട്ടർ എന്ന് പറഞ്ഞപ്പോ നെയ്തർ അവിടെ യൂസ് ചെയ്ത്, നെയ്തർ മെയിൽ നോർ ഫീമെയിൽ. ഈ നെയ്തർ എപ്പോഴാണ് യൂസ് ചെയ്യണത്? നെയ്തർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണത്. നെയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇല്ല അതും ഇല്ല എന്ന് വെച്ചാൽ നെയ്തർ മെയിൽ നോർ ഫീമെയിൽ, മെയിലും അല്ല ഫീമെയിലും അല്ല, രണ്ടും ക്രോസ് ആണ്. അതാണ് നെയ്തർ എന്ന് പറയുന്നത്. ആ സമയത്ത് കോമൺ ജെൻഡറിൽ നമ്മൾ പറഞ്ഞത് ഐദർ എന്നാണ്. ഐദർ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ ഉണ്ട്, മെയിൽ ആകാം ഫീമെയിൽ ആകാം. അതാണ്ട നെയ്തറും ഐദറും. അതൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് നോക്കിയാൽ കൊള്ളാം. നെയ്തർ എപ്പോഴും നോർ വരും, നെയ്തർ മെയിൽ നോർ ഫീമെയിൽ. ആ സമയം ഐദർ എന്ന് പറയുന്നത് ഐദർ മെയിൽ ഓർ എ ഫീമെയിൽ. കണ്ടോ, നെയ്തറിന് നോറ് വരും, ഐദറിന് ഓറ് വരും. ഇപ്പൊ നെയ്തറും ഐദറും തമ്മിൽ മനസ്സിലായില്ലേ എന്താണെന്ന്? നെയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പെടില്ല, രണ്ടും ക്രോസ്, രണ്ടും പെടില്ല. ഐദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം. അതാണ് 4 types ഓഫ് ജെൻഡേഴ്സ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ആസ്കുലൈൻ ജെൻഡർ. ഇറ്റ് ഡിനോട്ട്സ് എ മെയിൽ പേഴ്സൺ ഓർ ആനിമൽ. എക്സാമ്പിൾസ് ആർ ബോയ്, ഫാദർ, ബ്രദർ, എക്സെട്ര. ഫെമിനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് എ ഫീമെയിൽ പേഴ്സൺ പറയുന്നതാണ് ഫെമിനൈൻ. എക്സാമ്പിൾസ് ഉണ്ട് അവിടെ, ഗേൾ, മദർ, സിസ്റ്റർ ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ്. Then third is neuter. Neuter gender എന്ന് പറഞ്ഞാൽ it can be neither male nor female. Neither മെയിലും അല്ല ഫീമെയിലും അല്ലാത്ത നോൺ ലിവിങ് തിങ്സ്, ജെൻഡർ ഇല്ലാത്ത ഇതിനെയാണ് ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. Then the fourth one is either male or female. മെയിൽ ആകാം ഫീമെയിൽ ആകാം, ഏതെങ്കിലും ഒരെണ്ണം ആവാം. ഇതാണ് 4 types of genders എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു മാസ്കുലൈൻ ജെൻഡറിനെ ഫെമിനൈൻ ജെൻഡറിലേക്ക് എങ്ങനെ ആക്കാം, അതാണ് ഇനി നമുക്ക്. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഈ വേർഡ്സ് ഈ തന്നിരിക്കുന്ന ഇതെല്ലാം പഠിക്കണം കേട്ടോ. സാധാരണ നമുക്ക് ഒരു മാസ്കുലൈൻ ജെൻഡർ തന്നിട്ടുണ്ടെങ്കിൽ ഫെമിനൈൻ ജെൻഡർ ആക്കാൻ നമുക്ക് ജസ്റ്റ് ESS ആഡ് ചെയ്താൽ മതി. ESS കണ്ട, ജസ്റ്റ് ഒരു ESS ആഡ് ചെയ്ത് കൊടുത്താൽ ഇറ്റ് ബിക്കംസ് ദ ഫെമിനൈൻ ജെൻഡർ. ഒരു മെയിലിന്റെ ജെൻഡർ പുല്ലിംഗം സ്ത്രീലിംഗം ആക്കുന്നത് എങ്ങനെയാണ്? ESS ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ എക്സാമ്പിൾ നോക്കി കാണാം. ഓദർ ബിക്കംസ് ഓദറസ്, giant becomes giantess, ESS. Lion becomes lioness, shepherd becomes shepherdess, poet poetess, host hostess, prince princess. കണ്ട, എല്ലാത്തിലും ESS ആഡ് ചെയ്ത് കൊടുത്തേക്കണം. ESS ആഡ് ചെയ്ത് കൊടുത്താൽ ഇറ്റ് ബിക്കംസ് ദ ഫെമിനൈൻ ജെൻഡർ, സ്ത്രീലിംഗം ആവണേണത്. കൗണ്ട് കൗണ്ടസ്, മേയർ മേയറസ്. ഇതെല്ലാം ESS ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് കോമൺ മെത്തേഡ്, ESS ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചില വാക്കുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അതെങ്ങനത്തെ വേർഡ്സ് ആണെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഫോളോയിങ് വേർഡ്സ് ESS ഇസ് ആഡഡ് വിത്ത് എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ മാസ്കുലർ നൗൺസ്. ഇനി ഈ വേർഡ്സ് നോക്കിക്കുക നിങ്ങൾ എല്ലാവരും. ഇത് വേറൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇതെങ്ങനെ? ഇതിനകത്ത് സ്പെല്ലിങ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ആക്ടർ ബിക്കംസ് ആക്ട്രസ്. കണ്ട, സ്പെല്ലിംഗ്. മറ്റേത് ജസ്റ്റ് സ്പെല്ലിംഗ് ഒന്നും വ്യത്യാസമില്ല, ESS ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഹണ്ടർ ബിക്കംസ് ഹൺഡ്രസ്. കണ്ട, ഇതെല്ലാം ചെറിയ വ്യത്യാസമില്ല. ഡ്യൂക്ക് ബിക്കംസ് ഡച്ചസ്. കണ്ട, അങ്ങനെ ചില വേർഡ്സിൽ ESS ആഡ് ചെയ്താൽ മതി, ചിലതിൽ. അപ്പൊ ഈ വേർഡ്സ് എല്ലാവരും പഠിക്കണം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരോടും ചോദിക്കും. ഈ വേർഡ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ട്, നമുക്ക് ജെൻഡർ ഫോർമേഷൻ. ഒരുപാട് ഫാസ്റ്റിൽ പോകുന്ന പോലെ തോന്നുന്നു. ഇതില് ഫാസ്റ്റ് പോണ്ട്. ഇതില് ജസ്റ്റ് ESS ആഡ് ചെയ്യാം. ഇതിലെന്താണ് ഇത്ര ഫാസ്റ്റ് പോണെന്ന് പറയണത്? ഒരു ഫീമെയിൽ പുല്ലിംഗം സ്ത്രീലിംഗം ആക്കാൻ നമ്മൾ ESS ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ് നേരത്തെ തന്നിരിക്കുന്നത്. അപ്പൊ ആ വേർഡ്സ് പഠിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ESS ആഡ് ചെയ്ത് കൊടുക്കുക. ചില വേർഡ്സ് സ്പെല്ലിംഗ് വ്യത്യാസം തന്നെ വേർഡ്സ് ഉണ്ട്. അതാണ് ആ രണ്ടാമത് പറഞ്ഞത്. അത് നോക്കിയാൽ മതി. വേറെ അതിനകത്ത് ഒരു റൂളാ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതില്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? മനസ്സിലാവണില്ലേ അത് പറയണത്?
ഞാൻ ഒന്നും കൂടി പതിയെ പോവാം. ഇനി സ്പീഡിൽ പോകണമെന്ന് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പതിയെ പോവാം. ഓക്കെ, ഇനി അടുത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ജെൻഡർ, നമ്മളിന്ന് ജെൻഡർ ആണ് നോക്കുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ജെൻഡറിന് പുല്ലിംഗത്തിന് സ്ത്രീലിംഗം ആക്കുന്നത്, ഒരു മാസ്കുലൈൻ ജെൻഡറിന് ഫെമിനൈൻ ജെൻഡർ എങ്ങനെയാ ആക്കുന്നത് എന്നുള്ള കുറച്ച് വേർഡ്സ് ആണ് ഇതെല്ലാം, എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ESS ആഡ് ചെയ്യാം. ചിലതില് ചെറിയ സ്പെല്ലിംഗ് വ്യത്യാസം വന്നിട്ടുണ്ട്. സ്പെല്ലിംഗ് വ്യത്യാസം വന്ന കുറച്ച് വേർഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മർഡറർ ബിക്കംസ് മർഡറസ്. അതുകൊണ്ട് ചെറിയൊരു സ്പെല്ലിംഗ് വ്യത്യാസം വന്നില്ലേ അവിടെ. മർഡറർ, ഈ മർഡറർ എന്നുള്ളത് MURDERESS ആണ് വന്നത്. ചെറിയൊരു വ്യത്യാസത്തില് നമുക്കതിന് ഫീമെയിൽ കാറ്റഗറിയിലേക്ക് ആക്കാം. വെയിറ്റർ ബിക്കംസ് വെയിട്രസ്. കാരണം വെയിറ്ററസ് എന്നല്ല പറയുന്നത്, വെയിട്രസ്. സ്പെല്ലിംഗ് വ്യത്യാസം വന്നത്. എംപറർ ബിക്കംസ് എംപ്രസ്. മാസ്റ്റർ മിസ്ട്രസ്. ട്രൈറ്റർ ബിക്കംസ് ട്രൈട്രസ്. ട്രൈറ്റർ എന്ന് വെച്ചാൽ എന്താ? ട്രൈറ്റർ ആർക്കെങ്കിലും അറിയാമോ? ട്രൈറ്റർ രാജ്യദ്രോഹി. ദ്രോഹി. ദ്രോഹി അതാണ്. അപ്പൊ അതിന്റെ ഫീമെയിൽ വേർഷൻ എന്ന് പറയുമ്പോൾ ട്രൈട്രസ്. പിന്നെ ഇവിടെ ഒരു സെമസ്റ്റർ അല്ല കേട്ടാ, അത് തെറ്റാണത്. സീംസ്റ്റർ. അതെല്ലാരും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. സീംസ്റ്റർ, SEAMSTER. സീംസ്റ്റർ, സെമസ്റ്റർ അല്ല, സീംസ്റ്റർ. SEAMSTER. അതെന്താണെന്നറിയോ? സീംസ്റ്റർ ആർക്കെങ്കിലും പറയാമോ സീംസ്റ്റർ എന്താന്ന്? അറിയോ സീംസ്റ്ററിന്റെ ഫീമെയിൽ വേർഷൻ സീംസ്ട്രസ്. സീംസ്റ്റർ എന്ന് പറയുന്നത് മെയിൽ ടെയിലറിനെയാണ്. ടെയിലർ എന്ന് പറയുന്നത് അതൊരു കോമൺ ജെൻഡർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ആ കോമൺ ജെൻഡേഴ്സ് ഇല്ലേ, അതിൽ ടെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൽ ആവാം ഫീമെയിൽ ആവാം. ഇപ്പൊ നമുക്കൊരു മെയിൽ ആയിട്ടുള്ള ഒരു ടെയിലറിനെയാണ് പറയണമെങ്കിൽ മെയിൽ ടെയിലറിനെ പറയുന്ന പേരാണ് സീംസ്റ്റർ. ആ സമയം ഫീമെയിൽ ടെയിലർ ആണെങ്കിൽ അത് സീംസ്ട്രസ്. എന്താ? ഓക്കെ, അപ്പൊ മെയിൽ ടെയിലറിനെ പറയുന്നതാണ് സീംസ്റ്റർ, മറ്റത് ഫീമെയിൽ ടെയിലർ. തയ്ക്കുന്നവരില്ലേ, ടെയിലർ. അപ്പൊ ആ മെയിൽ ടെയിലറിനെ സീംസ്റ്റർ എന്നും അടുത്ത് സീംസ്ട്രസ് എന്നും പറയും. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഹീറോ, ഹീറോയിൻ, സുൽത്താൻ, സുൽത്താന, ലാഡ്, ലാസ്, മിസ്റ്റർ, മിസ്സസ്, വൈസ്രോയ്, വൈസ്രീൻ, സാർ. ഇതണ്ട CZAR, സാർ എന്നാണ് ഇത് പറയുന്നത്. സാർ എന്ന് വെച്ചാൽ എന്താന്ന് പറയും? ഇറ്റ് ഇസ് എ റഷ്യൻ വേർഡ്. അതൊരു റഷ്യൻ വേർഡ് ആണ്. ഇറ്റ് മീൻസ് റൂളർ, കിങ് എന്ന് ഉള്ള ഒരു റഷ്യൻ വേർഡ് ആണ് സാർ. സിഗ്നോർ എന്ന് പറയുന്നത് അതൊരു ഇറ്റാലിയൻ വേർഡ് ആണ്. ഇറ്റ് മീൻസ് മിസ്റ്റർ, മിസ്സസ് എന്നൊക്കെ പറയുന്ന സിഗ്നോറ എന്ന് പറയും. പിന്നെ വിഡോവർ. ഇതെന്താ? വിഡോ ആരാണ്? ഭർത്താവ് വെച്ചിട്ട് വിഡോവർ അല്ലെ? അങ്ങനെ. അപ്പൊ ഈ ജെൻഡർ ഫോർമേഷൻ എല്ലാരും പഠിക്കണം കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് ചോദിക്കും. എല്ലാരും ഇത് തറവായിരിക്കണം കേട്ടോ. ദെൻ ഇനി വേറെ കാറ്റഗറി പറഞ്ഞ ബൈ യൂസിങ് സെപ്പറേറ്റ് വേർഡ്സ്. ഇനി ബാച്ചിലർ. ഇത് മിക്കവർക്കും അറിയാൻ പറ്റില്ല. ബാച്ചിലറിന്റെ ഇത് ഫീമെയിൽ വേർഷൻ. ഇറ്റ് ഈസ് നോൺ ആസ് സ്പിൻസ്റ്റർ. ബാച്ചിലർ എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത ഒരു ആണിനെ അല്ലേ ബാച്ചിലർ എന്ന് പറയുന്നത്. അപ്പൊ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ പറയുന്നത് സ്പിൻസ്റ്റർ എന്നാണ്. മെയ്ഡ് എന്ന് നമുക്ക് പറയാം, ബട്ട് ബാച്ചിലറിന്റെ കറക്റ്റ് ഫീമെയിൽ ജെൻഡർ എന്ന് പറയുന്നത് സ്പിൻസ്റ്റർ ആണ്. ബാച്ചിലർ, സ്പിൻസ്റ്റർ. ദെൻ സിസ്റ്റർ. അതിവിടെ തെറ്റാണ്. സിസ്റ്ററിന്റെ ഫീമെയിൽ മെയിൽ ജെൻഡർ എന്താ? ബ്രദർ. ബ്രദർ. അതവിടെ കറക്റ്റ് ആണ്. അവിടെ സിസ്റ്ററിന്റെ മെയിൽ ജെൻഡർ ബ്രദർ ആണ്. അതവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ദെൻ കോക്ക്, ഹെൻ. നേരത്തെ പറഞ്ഞ പോലെ കോക്ക്, പൂവൻകോഴി. ദെൻ ഹോഴ്സിന്റെ ഫീമെയിൽ ആണ് മേയർ. ദെൻ സൺ, ഡോട്ടർ. ഓക്കെ, ഇതൊക്കെയാണ് ജെൻഡർ.
എന്ന് പറയും. അതേപോലെ ഇവിടെ ഈ വേർഡ്സ് നോക്കിയ മാൻ മാന്റെ മാസ്കുലൈൻ, വുമൺ. മാനിന്റെ പ്ലൂറൽ എന്താർന്ന്? മാനിന്റെ പ്ലൂറൽ Men. men. Very good. Woman becomes Women. 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 Yes. Very good. Then man becomes woman. Wizard becomes witch. കേൾക്കുന്നില്ല, മാഡം പോയോ? ഡിസ്കണക്ട് ആയി തോന്നുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പം ഇപ്പൊ കേക്കാം മാം. അതെന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ ആവണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് വുമൺ, മാൻ ബിക്കംസ് വുമൺ, വിസാർഡ്, വിച്ച്, ബോയ്, ഗേൾ, ഡോഗ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ആ ഡോഗ്, വിച്ച്, കണ്ടാ അങ്ങനത്തെയൊക്കെ ഉള്ള. ഇവിടെ ഓക്കെ, ഡ്രോൺ, ബി, ജെന്റിൽമാൻ, ലേഡി, ഇതെല്ലാം ജെൻഡർ ഫോർമേഷൻ ആണ്. അപ്പൊ ഇവിടം വരെ എല്ലാരും പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും ഈ ജെൻഡർ ഫോർമേഷൻ. കേൾക്കുന്നുണ്ടോ ആർക്കെങ്കിലും? കേൾക്കുന്നില്ല. ഇല്ല. നോ. ഞാൻ എന്റെ പ്രശ്നമാണോ വിചാരിച്ചു. എല്ലാവർക്കും കേൾക്കുന്നില്ല അല്ലെ? ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ജെൻഡർ ഫോർമേഷൻസ്. അപ്പൊ ഇവിടം വരെ എല്ലാരും ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു കൊണ്ടുവരണം. എന്റെ എന്തോ നെറ്റിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഇടക്ക് കട്ടാവുന്നുണ്ട്. അപ്പം ഓക്കെ, ജെൻഡർ ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. Genders are of 4 types: masculine, feminine, neuter and common. Masculine എന്ന് പറയുന്നത് മെയിൽ, ഫീമെയിൽ ആകുമ്പോൾ ഫെമിനൈൻ, ന്യൂട്ടർ എന്ന് പറയുന്നത് ഫീമെയിലും അല്ല മെയിലും അല്ല. കോമൺ പറയുന്നത് either a male or a female. പിന്നെ നമ്മൾ കുറച്ച് വേർഡ്സ് പഠിച്ച് നോർമലി നമുക്ക് ESS ആഡ് ചെയ്താൽ മതി അത് ഫീമെയിൽ ജെൻഡറിലേക്ക് ആവാൻ. പിന്നെ ചില വേർഡ്സ് സ്പെല്ലിംഗ് വ്യത്യാസം വരുന്ന വേർഡ്സ് ഉണ്ട്, അപ്പൊ അത് പഠിക്കുക. പിന്നെ എൻറ്റയർലി ഡിഫറെന്റ് വരുന്നത്, പിന്നെ മാൻ ബിക്കംസ് വുമൺ, ഡോഗ് ബിക്കംസ് ബിച്ച്, കോക്ക് ബിക്കംസ് ഹെൻ, അങ്ങനെ പിന്നെ ബാച്ചിലർ ബിക്കംസ് സ്പിൻസ്റ്റർ, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ്, ജെൻഡേഴ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി നമ്മ ഒരു ആക്ടിവിറ്റി ചെയ്തായിരുന്നല്ലോ, മൈ റോൾ മോഡൽ അല്ലെ, ഒരു കുറച്ചു പേരെ പറഞ്ഞോളൂ. ഇന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തല്ലേ വന്നേക്കണത്? ആരും മിണ്ടുന്നില്ലല്ലോ. പ്രിപ്പയർ ചെയ്തില്ലേ? ഞാൻ പറഞ്ഞിട്ടാണല്ലോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കൂന്ന്. ഞാനെന്നാ ഒരു 2 മിനിറ്റ്സ് 2 മിനിറ്റ്സ് ഒന്നും കൂടി തരാം. വേഗം പ്രിപ്പയർ ചെയ്തോ. 5 സെന്റൻസ് എല്ലാവരും 5 സെന്റൻസ് മൈ റോൾ മോഡലിനെ കുറിച്ച് 5 സെന്റൻസ് വേഗം പ്രിപ്പയർ ചെയ്യട്ടോ. മാം പറഞ്ഞവര് പറയണ്ടല്ലോ. പറഞ്ഞവര് കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ. കഴിഞ്ഞ ക്ലാസ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനാവുന്ന 2 സെന്റൻസ് ഒക്കെ അല്ലേ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ഞാൻ പറയാത്തവരെയാണ് കൂടുതലും ഞാൻ ഇന്ന് പറയിപ്പിക്കുന്നത്. അപ്പൊ വീഡിയോ ഓൺ ആക്കിയിട്ട് എല്ലാരും പറയട്ടാ. ജസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് നോക്കി വായിക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കാം. സ്പീക്കപ്പ്. ടൈം അപ്പ്. മതി. ആരാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്? ദാറ്റ്സ് ഇനഫ്. സ്റ്റാർട്ട് യുവർ കോൺവെർസേഷൻ. സ്റ്റാർട്ട് സ്പീക്കിംഗ് സ്കിൽസ് തുടങ്ങാം നമുക്ക്. ആരാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്? എന്താ മേഡം, എനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, മറ്റേ കേട്ടിട്ടില്ല. ഞാൻ ഒരു ടോപ്പിക് കൊടുത്തായിരുന്നു, മൈ റോൾ മോഡൽ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൊടുത്തായിരുന്നു. അതിനെക്കുറിച്ച് ഒരു 5 സെന്റൻസ് പറയാൻ. ആരാണ് നിങ്ങളുടെ റോൾ മോഡല്? എങ്ങനെയാണ് ആ റോൾ മോഡൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? ക്യാൻ ബി എനി വൺ. നിങ്ങൾ ഫാദർ ആവാം, മദർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് പേഴ്സൺ ലൈക്ക് മദർ തെരേസയോ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, ആര് വേണമെങ്കിലും പറയാം. ഒരു 5 സെന്റൻസ് നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വീഡിയോ ഓൺ ആക്കി യു ജസ്റ്റ് ട്രൈ ടു ടെൽ കേട്ടോ. അത് നോക്കി വായിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കാം, അല്ലെങ്കിൽ പോയിന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് മനസ്സിലൊന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു 5 സെന്റൻസ് ആക്കി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. ആരാണ് അപ്പൊ ഫസ്റ്റ് വരുന്നത്?
ആരാണ് ഫസ്റ്റ്? പ്രിപ്പയർ ചെയ്തില്ലേ അപ്പൊ ആരും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒരു 5 സെന്റൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫാദറിനെ കുറിച്ചോ മദറിനെ കുറിച്ചോ ആര് വേണമെങ്കിലും പറയാം. മൈ റോൾ മോഡൽ ഇസ് മൈ ഫാദർ, ഹി ഹെൽപ് മീ ഇൻ മൈ വേരിയസ് പ്രോബ്ലം, ഹി ഈസ് ഓൾവേസ് മൈ സ്ട്രെങ്ത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ സെന്റൻസസ് ഒരു 5 സെന്റൻസ് പറഞ്ഞാൽ മതി. മദറിനെ കുറിച്ച് പറയാം. നസീമ. ഓക്കെ, വെരി ഗുഡ്. പറ. My role model is my parents. Parents is റോൾ മോഡൽ ആർ, പാരന്റ്സ് ആവുമ്പോ ആർ പറ. parents. Parents, mother and father. Father helps many people, and Many people. He always helps other people. Okay. many people, beggars help many times. So He always used to help others. So you like that quality. Like I continue my life. My parents. Okay, you want to continue your life like your father. Your father, yeah. You want to help others like he is helping others. You wanted to become like him. Okay, very good, very good. Okay. Thank you. നീണ്ടത്ര കഴിഞ്ഞു. ഇതേപോലെ പറഞ്ഞു നോക്കില്ലായിരുന്നു? നിങ്ങൾ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്യാ, സിമ്പിൾ സെന്റൻസിൽ അത് ഒന്ന് ഡെലിവർ ചെയ്തു. നിസിയ, വീഡിയോ ഓൺ ആക്ക്. വീഡിയോ ഓൺ ആക്കിയിട്ട് പറ. വീഡിയോ ഓൺ ആക്ക് മോളെ. My mother is my role model. She gives strength and motivates me. She is my first teacher, caretaker, and എഴുതി വെച്ചത് നോക്കി വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. പോയിന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പറ. ഇല്ല, എഴുതി വെച്ചിട്ട് വായിക്കാനല്ല എനിക്ക് പറ്റില്ല. അപ്പൊ ആ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്തില്ലേ, അതൊന്ന് ഇനി സ്വന്തം വേർഡ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയെന്നുള്ളത് അറിയാലോ. ഇനി അതൊന്ന് സ്വന്തം വേർഡ്സിൽ പറഞ്ഞു നോക്കിയേ. മൈ മദർ ഇസ് മൈ റോൾ മോഡൽ. she gives strength and motivates me. Motivate me. She is my first teacher and caretaker. Yes. She is most understanding person. And you love her very much. എത്ര മതി? മതി. Simple sentence. Okay. Very good. Nisiya, very good. Next, ആരാണ്? അടുത്തത് ആരാണ്? മാം, ഞാൻ പ്രിപ്പയർ ചെയ്യാത്തോണ്ടാണ് ഇപ്പോഴാ അറിഞ്ഞത്. വെരി ഗുഡ്. അതാണ് ആ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നത്. വെരി ഗുഡ് നസീമ. A great round of applause for you. Thanks, ma'am. എല്ലാരും പറഞ്ഞു നോക്ക്. നിങ്ങൾ പോയിന്റ്സ് നിങ്ങൾ എപ്പ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇനി ആ പോയിന്റ്സ് നിങ്ങളൊന്ന് ചെറിയ ചെറിയ സെന്റൻസസ് ആക്കി പറഞ്ഞു നോക്ക്. എന്നാലും നിങ്ങൾ പഠിക്കുള്ളൂ. ഞാൻ പറഞ്ഞോ. ഓക്കെ. ഷീജ. ഓക്കെ, വീഡിയോ. ഒരു മിനിറ്റ് പോയി. Okay. My role model is my father. He goes to early in the morning. He goes to work. Correct. പറഞ്ഞോ. He goes to work in early morning. Okay. He brings up the children with the difficulty. He always എന്താണ് കേട്ടില്ല. He goes to work early in the morning and brings up the children with the difficulty. He always tries to uprise the children. Okay. He buys everything for us.
then I okay. I have never seen my father wearing good clothes. So my father. Take He's a away. hard worker. Oh, Okay. yeah. You Okay. have never seen him wearing good clothes, but he always provided you with new clothes. Yes, Yes. ma'am. Yes. Okay. Okay. Very good. So, Very good. ഇതേപോലെ I like പറഞ്ഞു my നോക്കിയാൽ father. മതി, നമുക്ക് തെറ്റ് വരും, അത് നമുക്ക് കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി. I like my father. Okay. Thank Love you. your father very much. Okay. Very good, Sheja. Very good. Okay. Next. മാം വീഡിയോ ഓൺ ആക്കണം നിർബന്ധമാണോ? വീഡിയോ നിങ്ങൾ നോക്കി വായിക്കുകയാണെങ്കിലാ വീഡിയോ ഓണാക്കണം നിർബന്ധമാണ്. ഞാൻ നിർബന്ധമാണ്. നിങ്ങൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഇനി അവിടെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ അറിയാനോ? ആരാണ് രാഗി? നമ്മള് പറഞ്ഞു നോക്കുമ്പോഴാണ് നമ്മൾ ശരിയാവും. അതെ, രാഗി. രാഗി പറ. രാഗി കേൾക്കുന്നില്ല. ഓഡിയോ. My mother is my role model. She is the first person when I think I face any difficult situation. She is my support and advisor. She is she is an excellent cook and she cook more delicious food in our house. She is my role model because she gives me more strength and understand my problem. I loved very much and she gives more care for me. Very good, Ragi. Well said. Okay, thank you, ma'am. Next. ഞാൻ പറയാം മാം. ആൽഫ പറയൂ. My role model is my mother because she's the one who helps me in every situation when I am in trouble, etc. She is my strength. She gave me good guide. She guide me in good path. She is good at everything, and I love her so much. Very good. Alpha, very good. Then ഞാൻ പറയാം. രമ്യ. In my life, my role model is my father and mother. I love my father's care and he devoted her life fully for his children. Devoted his life for his children. Devoted his life fully for his children. In my mother's side, she is so caring, and I learned more from her because she is a cancer survivor. Her strong willness. I also face so many difficulties in life, but her firm decisions help me solve my problems in life. I would like to become a teacher. In my teaching career, I have a role model. In my PG section, I have a superhero teacher, Kartika ma'am. She is a good friend also. I have also contact now. She shares all her personal things. So we also share our personal things to her. She is a good friend also. So in my teaching career, I would like to take Kartika ma'am as my role model. Very good. How is your mother now, Ramya? She's okay. Very good. Well said, Ramya. Very good. Next. അതാരാണ്? ആരാണ് വീഡിയോ ഓൺ ആക്കണോ നിർബന്ധമാണെന്നൊക്കെ ചോദിച്ചത്? അതാരാണ്? ഞാനാണ്. ഞാൻ പറയാം. പറയൂ ദീപ്തി. ഓക്കെ, ഒരു മിനിറ്റ്.
അതെ, മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് ശല്യം ചെയ്യണതിനോട് വീഡിയോ ഓൺ ആക്കണമെന്ന് ചോദിച്ചു. മൈ റോൾ മോഡൽ ഈസ് മൈ മാറിയാ മദർ. അവര് പോയാ? അവര് പോയി. അവരിപ്പോ ഞാൻ ഓടിച്ചു വിട്ടായിരുന്നു. ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൈ റോൾ മോഡൽ ഈസ് മൈ മദർ. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെന്താ പറയാ, എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങൾ? മലയാളം അമ്മയുടെ എന്ത് ക്വാളിറ്റിയാണ് കൂടുതൽ ഇഷ്ടമായത്? മൈ അഡ്വൈസർ ആൻഡ് മൈ സപ്പോർട്ട് സിസ്റ്റം. ഷീ ഈസ് മൈ അഡ്വൈസർ ആൻഡ് മൈ സപ്പോർട്ട് സിസ്റ്റം ആണ്. ദെൻ എന്താണ്, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ ഇൻസൈഡ് ഔട്ട് മീ. പിന്നെ എന്താ പറയാ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഫോർ സെന്റൻസ് ആയി ഇപ്പൊ തന്നെ. ഒരു സെന്റൻസ് കൂടെ പറ. പിന്നെന്താ പറയാ, ബട്ട് ഷീ ഈസ് മോർ. ഷീ ഈസ് മോർ. എന്ത് മോർ? She has many more qualities. Other than this, she has many more qualities. So she always inspired you, and you love her very much. Okay. ശരി മാം, താങ്ക് യു മാം. വെരി ഗുഡ്. ദീപി പറഞ്ഞ സെന്റൻസ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇതേപോലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ആരാണ്? ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? നെക്സ്റ്റ് ആരാണ്? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി ടൈം കഴിഞ്ഞോണ്ടിരിക്കണേണ്. 9:00 കഴിഞ്ഞ്. എല്ലാവരും പറയണം മാം, അപ്പോഴാണ് അത് ഒരു എല്ലാരും പറയണം. എല്ലാവരുടെ മനസ്സിലൊരു ഫിയർനെസ് ആണ് അതെ, ആ പേടി, അത് തെറ്റിപ്പോകോ എന്നുള്ളൊരു ഫിയറാണ്. നമ്മൾ തെറ്റുമ്പോഴാണ് നമുക്ക് അത് പറയും. നമുക്ക് ചിലവർക്ക് എഴുതാനൊരു കഴിവുണ്ടാവും, പക്ഷെ അത്ര സ്പീഡിൽ നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റില്ല. അത് നമ്മൾ പറഞ്ഞ തെറ്റുവരും. ആർക്ക് തെറ്റ് വരാതെ എല്ലാവർക്കും തെറ്റും. അതെ, എല്ലാവരും അങ്ങനെ തന്നെ. അല്ലാതെ ആരും ഇത് വെച്ച് ഈ കഴിവുകൾ വെച്ചൊന്നും ആരും ജനിക്കുന്നില്ലല്ലോ. എല്ലാവരും നമ്മളത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സംസാരിക്കാനുള്ള എബിലിറ്റി പിന്നെ അതേപോലെ ആ ഒരു ഫിയർ ഒക്കെ മാറ്റി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ എല്ലാരും അടിപൊളിയാവും. തെറ്റിക്കോട്ടെ, പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല. അതെ അതെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ഈ ബാക്കി പറയാത്ത ആളുകള് അടുത്ത ക്ലാസ്സിൽ ലാസ്റ്റ് ചാൻസ് ആണ്. എല്ലാരും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാ. വീഡിയോ ഓൺ ആക്കി നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ. സ്പീക്കിംഗ് സ്കിൽസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ സ്പീക്ക് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത് ചെയ്യണത്. നിങ്ങൾക്ക് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ഈ ഒരു ക്ലാസ്സിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതെ. നമ്മൾ കുറെ തിയറി ഇങ്ങനെ പഠിച്ച് ബൈ ഹാർട്ട്. ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ, ഈ റൂൾസ് ഒക്കെ പഠിച്ച് നമ്മൾ ബൈ ഹാർട്ട് വെച്ച് തലയിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഉപയോഗമില്ല. അതെവിടെ നമ്മൾ യൂസ് ചെയ്യണത്? നമുക്ക് സ്പീക്ക് ചെയ്യാൻ, നന്നായിട്ട് എഴുതാനും വായിക്കാനും വേണ്ടിയല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് സംസാരിക്കാൻ, മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഇംഗ്ലീഷ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയല്ലേ. ഇതേപോലെ സംസാരിച്ചാലല്ലേ നമുക്ക് നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എബിലിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. നമ്മൾ പുസ്തകം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാലും പോലും നമുക്കത് 100% നമുക്കത് സക്സസ് ആവില്ല. നമുക്ക് അത് എത്ര സംസാരിച്ചാലും അത് റെഡി ആവും. അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല. അത് എവിടെ പ്രയോജനപ്പെടുന്നത്? നമ്മളത് സംസാരിക്കുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇനി പറയാത്തവര്